നമസ്കാരം. സ്ത്രീ സുരക്ഷാ പദ്ധതി ധനസഹായ കുടിശ്ശികയെ ചൊല്ലി സഭയിൽ ഭരണപ്രതിപക്ഷ പോര് നടന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതിയും നിഷേധിച്ചിരുന്നു. അതേസമയം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്ത് വന്നു. സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങളെ മറ്റ് വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായി മുൻ സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ ധനസഹായം കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ശ്രീ A.C. മൊയ്തീൻ, ശ്രീ K. രാജൻ, ശ്രീ P.K. പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ വിഷയം നമ്മുടെ ബജറ്റിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുകയും അതിന് ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉത്തരം പറയുകയും ചെയ്തതാണ്, ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും ചെയ്തതാണ്. സർ, ഈ പദ്ധതി ഇവിടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയത് 2026 ഫെബ്രുവരി 11-നാണ്. ഫെബ്രുവരി 11 2026 ഫെബ്രുവരി 11-ാം തീയതിയാണ്, അതായത് ഇലക്ഷന് തൊട്ട് മുമ്പ്. അതായത് മാർച്ച് 16-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ 1 മാസം മുമ്പാണ് ഇത് ചെയ്തത്. സർ, എന്നിട്ട് നിങ്ങൾ കേൾക്കണം, ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ധനസഹായം അനുവദിക്കുന്നത് മാർച്ച് 16-ാം തീയതിയാണ്. യഥാർത്ഥത്തിൽ അന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അന്നാണ് ഈ ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ധനസഹായം അനുവദിക്കുന്നത് മാർച്ച് 16-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ്. സർ, ഒരു തയ്യാറെടുപ്പും കൂടാതെ നടത്തിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് ലെവൽ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് ആദ്യം പറഞ്ഞത് 31.34 ലക്ഷം പേരെയാണ്. പിന്നീട് അത് 16.4 ലക്ഷമായി നിജപ്പെടുത്തി. സർ, ഈ പദ്ധതി കൃത്യമായി പരിശോധിക്കാതെ ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികൾ ഉൾപ്പെടെ ഉണ്ട്. അത് പരിശോധിക്കാതെ ഈ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തുടരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ ബജറ്റിൽ 1770 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന പരിപാടിയാണ്, ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പരിശോധിക്കും ഇതെങ്ങനെയാണ് ഈ പരിപാടി, എങ്ങനെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. ഒരു പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ് എല്ലാ ആപ്ലിക്കേഷൻസും കൂടി വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരുമാനിച്ച് ഇവർ വേറെ പെൻഷൻ മേടിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായ പരിശോധന പോലും നടത്താതെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു പദ്ധതിയാണ് ഇത്. അത് സർ, ഇത് നേരത്തെ മറുപടി പറഞ്ഞ കാര്യമാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ മറുപടി. ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ശ്രീ A.C. മൊയ്തീൻ. 120-ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നവർ അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണപോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. ഞങ്ങൾ ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടിയിട്ടാണ്. അപ്പം ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളമുണ്ടാക്കിയാലും ഞാൻ മാറില്ല. നിങ്ങൾ സ്ത്രീകളോട് സ്നേഹം. ഈ ആശാ വർക്കർമാര് ആ തെരുവില് സമരം ചെയ്തില്ലേ എത്ര മാസക്കാലം? നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ? നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കളിയാക്കി,
പരിഹസിച്ചു, പാട്ടവർക്കികളെന്ന് പറഞ്ഞു, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. സാർ, ഞങ്ങൾ എന്താ ചെയ്തത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർക്ക് 3000 രൂപ ഞങ്ങൾ കൂട്ടിക്കൊടുത്തു. സാർ, അത് മാത്രമല്ലല്ലോ, അംഗൻവാടി തൊഴിലാളികൾക്ക് സ്ത്രീകളാണല്ലോ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എല്ലാവർക്കും ആദ്യത്തെ ക്യാബിനറ്റിൽ തുക വർദ്ധിപ്പിച്ച് നൽകി. മനസ്സിലായേ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് ബഹുമാനപ്പെട്ട അംഗം ആ സ്ത്രീപക്ഷത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതല്ല. സാർ പ്ലീസ്, അങ്ങ് ഞാൻ പറയട്ടെ, ഇരിക്കും. സാർ, പിന്നെ നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പെൻഷൻ കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പേ കമ്മീഷൻ. നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. സാർ, പേ കമ്മീഷൻ എല്ലാ ഗവൺമെന്റും അതാത് സമയത്ത് നേരത്തെ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പേ കമ്മീഷന്റെ ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങളല്ല, വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈറ്റ് പേപ്പർ നിങ്ങൾ പോണ പോക്കിൽ നിങ്ങൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു, അതിന്റെ കാലാവധി ഈ സർക്കാരിന്റെ കാലത്ത് തീരും. നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ എത്രയോ വർഷക്കാലം DAയും DR-ഉം നിങ്ങൾ തടഞ്ഞു വെച്ചു. ലീവ് സറണ്ടർ നിങ്ങൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് പോകുന്ന പോക്കിൽ അത് കൊടുക്കാൻ പ്രഖ്യാപിച്ചു. കൊടുക്കേണ്ടതെല്ലാം ഞങ്ങളാണ്. നിങ്ങൾ ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഫണ്ട്, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. സാർ, ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്ന അന്നാണ് ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നത്. ഇത് കൊടുത്തു പോണ പോക്കിന്. മനസ്സിലായ? പിന്നെ പറയും ഏതോ സമിതി തെരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്, ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശോധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡേറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ടേ സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല.